കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മിച്ച നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാതെ ഡിവൈഎഫ്ഐ. ബോംബ് സ്ഫോടനം നടന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതികൾ ഡിവൈഎഫ്ഐ ഭാരവാഹികളായി തുടരുകയാണ്. അമൽ ബാബു, ഷിജാൽ, സായുജ് തുടങ്ങിയ ഡിവൈഎഫ്ഐ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ബോംബ് നിർമ്മാണം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ ഉണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട CPM DYFI ബന്ധം വ്യക്തമായിരുന്നു. പ്രതികളെക്കുറിച്ച് DYFI പരിശോധിക്കണമെന്നും DYFI തങ്ങളുടെ പോഷക സംഘടന അല്ലെന്നും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. ആ DYFI വന്നുകൊണ്ട് DYFIക്കാരോട് ചോദിക്കുക, അവർ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അവർ പറയുന്നുണ്ട്, സനോജനെ പറഞ്ഞിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പോഷക സംഘടനയില്ല. യുവജന സംഘടന എന്ന് പറയുന്നത് യുവജന സംഘടനയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. ഞങ്ങൾക്ക് പോഷക സംഘടനയായിട്ടൊരു സംഘടനയില്ല. എന്നാൽ സ്ഫോടനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കുവാൻ DYFI തയ്യാറായില്ല. ബോംബ് നിർമ്മാണത്തിലെ മുഖ്യപ്രതി ഷിജാൽ കുന്നോത്തുപറമ്പ് DYFI യൂണിറ്റ് സെക്രട്ടറിയായി തന്നെ തുടരുകയാണ്. അതോടൊപ്പം റെഡ് വോളണ്ടിയർ ക്യാപ്റ്റനായ അമൽ ബാബുവിനെതിരെ നടപടിയെടുക്കുവാൻ പോലും CPM തയ്യാറായിട്ടില്ല. ജനം, കണ്ണൂർ.